മുനമ്പം സമരക്കാരെ അധിക്ഷേപിച്ച് കേരള വഖഫ് സംരക്ഷണ സമിതി. മുനമ്പത്ത് 610 കുടുംബങ്ങൾ ഇല്ലെന്ന് സമിതി കൺവീനർ മുജീബ് റഹ്മാൻ. 1950-ലെ കൈവശക്കാരല്ലാത്തവരെ മുഴുവൻ ഒഴിപ്പിക്കണമെന്നും ഫാറൂഖ് കോളേജ് നേരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മുജീബ് റഹ്മാൻ. ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ആക്രമിക്കുകയാണ്, ഇരകളെ വീണ്ടും വേട്ടയാടുകയാണ്, അവിടെ അത്രയും ഇരകളില്ല എന്ന് പറയുകയാണ്, അവരെ റിസോർട്ട് മാഫിയക്കാരുടെ ആൾക്കാരായി ചിത്രീകരിക്കുകയാണ് ജിജീഷ്. തീർച്ചയായും സി പറഞ്ഞതുപോലെ തന്നെ, അതായത് കൃത്യമായി വെടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു കൃത്യമായ ആസൂത്രണ ഘട്ടം തന്നെയാണ് അവിടെ പാലിച്ചു പോരുന്നത്. അങ്ങനെയാണ് ഈ വഖഫ് സംരക്ഷണ വേദിയാണെങ്കിലും വഖഫ് സംരക്ഷണ സമിതിയാണെങ്കിലും ഇതെല്ലാം ഒരു കടലാസ സംഘടനകളാണ്. ഇതുവരെ ഇത്തരം സംഘടനകൾ ഈ ഒരു ഘട്ടങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിലും സജീവമല്ലാത്ത ചില സംഘടനകൾ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് വരുന്നു. അവിടെ വഖഫിന് ബോർഡിന് വേണ്ടി ആ ഭൂമി സാധാരണക്കാരൻ്റെ ഭൂമി കൈവശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മാത്രമല്ല, അവരെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവമായ കാര്യമെന്ന് പറയുന്നത്. കാരണം അവർ പറയുന്നത് അവരുടെ വാദഗതികളെ പൂർണ്ണമായും തള്ളുന്നു എന്ന് മാത്രമല്ല, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് കൂടിയാണ് ഇത്തരത്തിൽ അവകാശം. തങ്ങൾ മനസാക്ഷിയുള്ളവരാണ്, അല്ലെങ്കിൽ മനസാക്ഷിക്ക് ഒപ്പം നിൽക്കുന്നു, അത്തരം നിലപാടുകളാണ്, സാധാരണക്കാരനൊപ്പം നിൽക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്ന പല ഘട്ടങ്ങളിലായി പറഞ്ഞു പോകുന്ന അതേ ആളുകൾ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. സാധാരണ ജനതയാണവർ. 610 കുടുംബങ്ങളുണ്ട്. മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, ദിവസവേതനക്കാരാണ്, ദിവസക്കൂലിക്കാരാണ്. ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളിൽ പലർക്കും പാരമ്പര്യമായി ലഭിച്ചതാണ് ആ ഭൂമി. അല്ലെങ്കിൽ അതിനുശേഷം തുച്ഛമായ തുക നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ തുച്ഛമായ തുക മാറ്റിവെച്ചുകൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ ഭൂമിയാണ്. പണം കൊടുത്താണ് ഇത് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ അവഹേളിക്കുന്നത്. മാത്രമല്ല, ഈ 610 ആളുകളൊന്നുമില്ല, അവർ ഏതാണ്ട് 200ഓളം പേർ മാത്രമാണ് ഉള്ളത്. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. വഖഫ് ബോർഡിനെതിരെ ഈ സാധാരണ ജനം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അവിടെയുള്ള കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വരുന്ന സാധാരണ ജനം, അവർ പറയുന്നത് എല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും നിരന്തരമായി തന്നെ അവരെ അവഹേളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുന്നു. നമുക്കറിയാം, തുടക്കത്തിൽ അവകാശവാദം മാത്രമാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ പിന്നീട് അത് ആ ജനതയെ മോശക്കാരാക്കുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. പ്രധാനമായും അവർ ഉയർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് ചർച്ചയാവണം. കാരണം ഇത് മറ്റൊരു ചാനലും മറ്റൊരു മാധ്യമവും ഇത് ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇത് അലോസരപ്പെടുത്തുന്നു. പാലക്കാട്ടൊക്കെ പറഞ്ഞ പോലെ ഒരു മാധ്യമ മുന്നണി തന്നെ ഒരു പക്ഷേ ഇതിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടാവാം.